ഈ ഉമ്മത്തിലെ ആർക്കും തർക്കമില്ലാത്ത ഇമാമിങ്ങളെ വരെ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് എത്രത്തോളം ചോദിച്ചാൽ ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ഇമാം ബുഖാരിയെ മതപരമായി കൊണ്ട് ഇമാമായി കാണാൻ പറ്റൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആലിമാണ് അയിമ്മത്തിൽപ്പെട്ട. ആ ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചോദിച്ചിരുന്നു, ഇമാം ബുഖാരി സിഹിറിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, കണ്ണീറിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാം ബുഖാരി അന്ധവിശ്വാസിയാണ്, ഇമാം ബുഖാരി ഇങ്ങനെ തള്ളോ, ഇമാം ബുഖാരി നിങ്ങൾ ഇമാമായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ജാബിർ റഹ്മാനി കൊടുക്കുന്ന മറുപടി? അത് കേട്ട് നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അദ്ദേഹം പറയട്ടെ. സിഹർ കണ്ണേറ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ബുഖാരിയെ ഇമാമായി സ്വീകരിക്കുമോ എന്നത് പോയി നിങ്ങളുടെ ഇമാമ് ബുഖാരി ആകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം. ഞങ്ങളുടെ ഇമാമായി പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ മറുപടി പറയാനാണ് മുസ്ലിം ലോകം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാം ബുഖാരിയെ ഇമാമായി, മതപരമായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇമാം ബുഖാരിയെ മതപരമായി കൊണ്ട് ഇമാമായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല. എവിടെ എത്തി മർക്കസ് ദഅവന്റെ ആൾക്കാർ ശരിക്ക് ചിന്തിച്ചോളി. പിന്നെ ആരെയാണ് സഹോദരന്മാരെ നിങ്ങൾ ഇമാം ആക്കുന്നത്? നിങ്ങൾ ഇമാമിന്റെ ഒരു പേര് പറയും. മർക്കസ് ദഅവ ഇമാമായി സ്വീകരിക്കുന്ന ഒരു ഇമാമിന്റെ പേര് നിങ്ങൾ പറയൂ. ഇമാം ബുഖാരി ഇമാമാണെന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏതായാലും തർക്കമല്ല, അഹ്ലുസുന്നക്ക് തർക്കമല്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോന്ന്? നിങ്ങൾക്ക് തർക്കമുണ്ടെന്ന് മനസ്സിലായല്ലോ. എവിടെ എത്തി നിങ്ങൾ? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയെ മാത്രമല്ല, ഇമാം ബുഖാരിയെ പോലും ഇമാമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ഇമാമ്? ജസ്സാസാണോ, നല്ലാമാണോ, ചേകനൂരാണോ? ആരാണ് നിങ്ങളുടെ ഇമാമ്? അത് നിങ്ങൾ തുറന്നു പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇമാം ബുഖാരിയെ മതപരമായി കൊണ്ട് ഇമാമാക്കാൻ പറ്റൂല. റസൂലാണ് ഞങ്ങളുടെ ഇമാം. എന്നാ റസൂൽ പറഞ്ഞ ഇമാം സ്വീകരിക്കണ്ടോ? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലിമീങ്ങളെ കുറിച്ച് പറഞ്ഞത്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ പിൻഗാമികളാണ്. അള്ളാഹുവിന്റെ ദീൻ, അംബിയാക്കന്മാർ പഠിപ്പിച്ച ദീന് അനന്തരമെടുത്ത ആ ഇൽമിന്റെ വാരിധീങ്ങളാണ് പിന്നെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് സ്ഥാനല്ലേ? എത്ര ഹദീസുകൾ പണ്ഡിതന്മാരെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇമാം ബുഖാരിയെ പോലും ഞങ്ങൾ അംഗീകരിക്കുന്നെന്ന് പരസ്യമായി പറയുന്ന നിങ്ങൾ തുറന്നു പറയണം, നിങ്ങളുടെ ഇമാം ആരാണ്? എവിടെ എത്തിപ്പങ്ങള്?